ഓ ഓ ഓ ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം പരമാനന്ദമാധവം. ഓം സർവവേദാന്തസിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം സദ്ഗുരും പ്രണതോസ്മ്യഹം. ഇന്നലെ നമ്മൾ കണ്ടു മഹാത്മാവ് ഈ ശരീരത്തെയും ഏതുപോലെയാണോ ശരീരത്തെയും ശരീരത്തിൻ്റെ നെള്ളിനെയും മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ നെള്ളിനെ ശരീരമാണെന്ന് തെറ്റിദ്ധരിക്കാത്തത്, അതുപോലെ ഈ ശരീരത്തെയും ആത്മാവിനെയും ഇവ തമ്മിലുള്ള ഭേദം വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ള ഒരാൾ ഒരിക്കലും ആത്മാവിനെ ഈ ശരീരമാണ് എന്ന് തെറ്റിദ്ധരിക്കില്ല. എന്നിട്ടോ ഈ ശരീരത്തിന് വരുന്ന ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ആത്മാവിൽ ആരോപിക്കുകയുമില്ല എന്ന് കണ്ടു. ഇനി നമ്മൾക്ക് 415 ശ്ലോകം നോക്കാം. സതത വിമലബോധാനന്ദരൂപം സമേത്യ ത്യജ ജഡമലരൂപോപാധിമേതം സുദൂരേ അധ പുനരപി നൈഷ സ്മര്യതാം വാന്തമസ്തു സ്മരണവിഷയഭൂതം കൽപ്പതേ കുത്സനായാം. സതത വിമലബോധാനന്ദരൂപം സമേത്യ ത്യജ ജഡമലരൂപോപാധിമേതം സുദൂരേ അധ പുനരപി നൈഷ സ്മര്യതാം വാന്തമസ്തു സ്മരണവിഷയഭൂതം കൽപ്പതേ കുത്സനായാം. അപ്പോൾ ഒരിക്കൽ ഈ താതാത്മ്യം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ ഒരിക്കലും ഞാൻ ഈ ശരീരമാണ് എന്ന് താതാത്മ്യപ്പെടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്തത് പറയുകയാണ്, സമേത്യ സതത വിമല ബോധാനന്ദ രൂപം സമേത്യ സാക്ഷാത്കരിച്ചിട്ട്. എന്തിനെ സാക്ഷാത്കരിച്ചിട്ട്? അല്ലെങ്കിൽ സമേത്യ നല്ലതുപോലെ പ്രാപിച്ചിട്ട്, അല്ലെങ്കിൽ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് അനുഭവിച്ചിട്ട്, അല്ലെങ്കിൽ സാക്ഷാത്കരിച്ചിട്ട്. സമേത്യ എന്തിനെ? സതതബോധം, എപ്പോഴും നിലനിൽക്കുന്ന അവബോധം, ആനന്ദ അവബോധം, സാന്ദ്ര ആനന്ദ അവബോധം, ആ തത്വത്തെ സാക്ഷാത്കരിച്ചിട്ട് സതത വിമലമാണത്. ഒരു തരത്തിലുള്ള മലവുമില്ല, ഒരു തരത്തിലുള്ള കളങ്കവും ഏശാത്ത, അല്ലെങ്കിൽ വളരെ വിശുദ്ധമായിട്ടുള്ള ആ തത്വത്തെ മനസ്സിലാക്കിയിട്ട് അറിഞ്ഞിട്ട് ത്യജ ജഡമലരൂപോപാധിമേതം സുദൂരേ, ദൂരെ കളയാണ്. എന്തിനെ? ജഡ മലരൂപോപാധി, ഈ ഉപാധിയെ, ഈ ശരീരമാകുന്ന ഉപാധിയെ. അതെന്താണ്? യഥാർത്ഥത്തിൽ അത് ജഡമാണ്, മലപൂർണ്ണമാണ്, അല്ലേ? അന്നമയം പൂർണ്ണം, അന്നമയമാണ് ഈ ശരീരം. അന്നം കൊണ്ടുണ്ടായി അന്നത്താൽ നിലനിന്ന് അന്നത്തിലേക്ക് അന്നമായി തീരുകയാണ്. അവസാനം ആർക്കെങ്കിലും അന്നമായി തീരും, ഒന്നുകിൽ അഗ്നിക്ക് അന്നമായി തീരും,
അതല്ല എങ്കിൽ വേറെ ഏതെങ്കിലും ജന്തുജാലങ്ങൾക്കോ ഒക്കെ അന്നമായിട്ട് തീരുന്ന ഇത് മലപൂർണ്ണമായിട്ടുള്ള ഈ ശരീരത്തെ, ജഡമായിട്ടുള്ള ഈ ശരീരത്തെ ഉപാധി അതിനെ ദൂരെ കളഞ്ഞിട്ട് പിന്നീട് അതിൻ്റെ ഒരു പുനരഭിനൈഷ സ്മര്യതാം, പിന്നീട് അതിൻ്റെ ഒരു സ്മരണ പോലും കാണില്ല. ഇതൊക്കെ മഹാത്മാക്കളുടെ അവസ്ഥയാണ് കേട്ടോ ഈ പറയുന്നത്. അതിൻ്റെ ഒരു സ്മരണ പോലും ഏതുപോലെ എന്നാണ് വാന്തവസ്തുവിനെ സ്മരിക്കാൻ ആരും ഇഷ്ടപ്പെടില്ല. വാന്തവസ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഛർദ്ദിച്ചിട്ടുള്ള നമ്മൾ വൊമിറ്റ് ചെയ്യുമ്പോൾ അതിൽ പലതരത്തിലുള്ള പല കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടാകാം. പക്ഷേ അതെന്തൊക്കെയാണ് എന്ന് കാണാനോ അല്ലെങ്കിൽ തൊട്ടു നോക്കാനോ ഒന്നും നമ്മൾക്ക് ഇഷ്ടമല്ല. അതിലേക്ക് അത് ഓർക്കാൻ പോലും ബുദ്ധിമുട്ടാണ് അല്ലേ. വേറൊരാൾ ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ചിലർ അങ്ങോട്ടേക്ക് വരുപോലുമില്ല. കാരണം അദ്ദേഹം തുടങ്ങും അല്ലേ. അപ്പോൾ കണ്ടാലും എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാകുമോ? കണ്ടാലും ഒരു തരത്തിലുള്ള കാണാനേ ഇഷ്ടമാകുന്നില്ല. കണ്ടാൽ എന്താ അമ്മേ ഇത് വൃത്തികേട് പറയാതെ അല്ലേ. ഇവിടെ വാന്തവസ്തുവിനെ പോലെ അതുപോലെയാണ് ഒരു മഹാത്മാവിൻ്റെ അവസ്ഥ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ശരീര പോഷണ പാലന പ്രീണനത്തിനായിക്കൊണ്ടിട്ട് നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഒരു മഹാത്മാവ് ഇതൊരു വാന്തവസ്തുവിനെ പോലെ ഓർമ്മിക്കാൻ പോലും അദ്ദേഹത്തിന് ഇഷ്ടമാകുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം ഓർമ്മിക്കുക പോലും ചെയ്യുന്നില്ല. നമ്മൾ കണ്ടതാണ് അല്ലേ. വൈരാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഹ സ്വർഗഭോഗാദിഷു ഇച്ഛാരാഹിത്യം, ആ ഇച്ഛ പോലുമില്ല. ഒരു കാര്യത്തിനും ഉള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഒരു ലെവലേശം ആഗ്രഹമില്ല, ഒരു കണിക പോലും അവിടെ നിലനിൽക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഒരവസ്ഥയാണ്. ഒരിക്കൽ ശരീര താതാത്മ്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, ശരീര താതാത്മ്യം ഒരിക്കലില്ലാതായിട്ടുണ്ട് എങ്കിൽ, ശരീര താതാത്മ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ന് പറയേണ്ട കാര്യമില്ല, സദാ അതേ ഉള്ളൂ. മഹാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ ഈ താതാത്മ്യം വിച്ഛേദിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, നമ്മൾ ഇതിനു മുമ്പ് കണ്ടുവല്ലോ, സംസാരത്തിൻ്റെ ദുർഗന്ധം വമിക്കുന്ന ഈ ഒരു കാര്യം അല്ലേ. ഇത് സംസാരമാണ്, ഇത് വളരെ ദുഃഖപൂർണ്ണമാണിത്. ഇതുമായിട്ടുള്ള താതാത്മ്യം അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിൽ പിന്നെ അങ്ങനെ ഒരു ഓർമ്മ പോലും ഉണ്ടാകുന്നില്ല, കാണണം എന്നൊരാഗ്രഹം പോലും ഉണ്ടാകില്ല. അതേസമയത്ത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിക്കും. ഞാൻ നല്ല ജോലി ഉപേക്ഷിച്ചിട്ടാണ് അല്ലേ, ആ ജോലിയെ നിരന്തരം സ്മരിച്ചുകൊണ്ടിരിക്കും, സദാ സ്മരണം ചെയ്യും എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിച്ച വസ്തുക്കളെ. ഇത് എങ്ങനെ ഉപേക്ഷിക്കണം? വാന്തവസ്തു പോലെ, വാന്തവത്. ഒന്നുകൂടി നമുക്ക് വായിക്കാം. സതത വിമലബോധാനന്ദരൂപം സമീത്യ ത്യജ ജഡമലരൂപോപാധിമീതം സുദൂരേ അധ പുനരപിനൈഷ സ്മര്യതാം വാന്തവസ്തു സ്മരണവിഷയഭൂതം കൽപ്പതേ കുത്സനായാം സമൂലമേതത്പരിദഹ്യവഹ്നോ സദാത്മനി ബ്രഹ്മണി നിർവികൽപേ തതസ്വയം ബോധാനന്ദാത്മന. ബോധാനന്ദാത്മന എന്നുള്ളത് ഒരൊറ്റ പദമാണ്, അത് തിരിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. തതസ്വയം നിത്യവിശുദ്ധബോധാനന്ദാത്മന തിഷ്ഠതി വിദ്വരിഷ്ടഃ. ഏതത് സർവം, ഇതിനു മുമ്പ് നമ്മൾ കണ്ടു, ഏതത് സർവം സമേത്യ, അതിനെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ടുള്ള ഒരാളുടെ അവസ്ഥ കണ്ടു. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഏതത് സമൂലം പരിദഹ്യം, ഏതത് സർവം, കാണുന്നതും കേൾക്കുന്നതും എല്ലാം സമൂലം പരിദഹ്യ, എല്ലാത്തിനെയും നമ്മൾ കാണുന്ന നമ്മളുടെ ദർശനമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, പിന്നെയോ കേട്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം എന്താ ചെയ്യുന്നത്? സമൂലം പരിദഹ്യ, കത്തിക്കുകയാണ്. എന്തെങ്കിലും അഗ്നി ഉണ്ടോ കത്തിക്കണമെങ്കിൽ ഈ കാണുന്നതിനെയും കണ്ടതിനെയും കേട്ടതിനെയൊക്കെ കത്തിച്ച് കളയുകയാണ് വേണ്ടത്. അതിനായിട്ട് എന്തെങ്കിലും അഗ്നിയൊക്കെ ഉണ്ട്. ഏതഗ്നിയാണ്? സദാത്മനി ബ്രഹ്മണി നിർവികൽപേ, സ്വരൂപമായിട്ടുള്ള ബ്രഹ്മം അഗ്നി പോലെയാണ്. ജ്ഞാനാഗ്നി ദഗ്ധ അല്ലേ, ജ്ഞാനാഗ്നിയാൽ എല്ലാം ദഹിക്കപ്പെടും. ഇപ്പം ഈ ലോകം മുഴുവനും ആ അഗ്നിക്ക് ഇന്ധനമാണ്.
ഈ ലോകത്തെ മുഴുവനും ആ അഗ്നി കത്തിക്കുകയാണ്. ഈ ലോകം അതിനായിക്കൊണ്ടിട്ട് എന്താ ഈ തരത്തിലുള്ള ഇതിന് മുമ്പ് കണ്ടുവല്ലോ അല്ലേ, വൈരാഗ്യമൊക്കെ ദൃഢമാകണമെങ്കിൽ മാത്രമേ ഈ തരത്തിലുള്ള ഒരവസ്ഥയൊക്കെ നമ്മൾക്ക് ആലോചിക്കാൻ പോലും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ലോകം മുഴുവനും ആ നിർവികൽപ്പ സദാത്മനി ബ്രഹ്മണി നിർവികൽപ്പേ, നിർവികൽപ്പമായിട്ടുള്ള ബ്രഹ്മസ്വരൂപത്തിൽ ഈ ലോകം മുഴുവനും കത്തിക്കപ്പെടുകയാണ്. അതിനുശേഷം എന്താ ചെയ്യുക? തതഹ, അതിനുശേഷം സ്വയം നിത്യവിശുദ്ധ ബോധാനന്ദാത്മനാധിഷ്ഠതി വിദ്വരിഷ്ഠ. അതിനുശേഷം പിന്നീട് ലോകമൊക്കെ കത്തിക്കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അല്ലേ, റോമാ സാമ്രാജ്യം മുഴുവനും കത്തിക്കൊണ്ടിരിക്കുമ്പോൾ വീണ വായിച്ച രാജാക്കന്മാരൊക്കെ നമ്മുടെ ചരിത്രത്തിലുണ്ട്. ഇതോ ഈ ലോകം അത് കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ്, അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും കാണുമായിരിക്കും ആശ്രയിക്കാനായിട്ട്. ഇതിവിടെ എങ്ങനെയാണ്? ഈ ലോകം മുഴുവനും കത്തിച്ചാമ്പലായതിനു ശേഷം ഇവിടെ എന്ത് വീണയാണ് വായിച്ചുകൊണ്ടിരിക്കുക? വളരെ തതസ്വയം നിത്യവിശുദ്ധ ബോധാനന്ദാത്മനാതിഷ്ഠതി. ആ അനന്ത അവസ്ഥയിലിരിക്കുകയാണ്, ബ്ലിസ്ഫുൾ സ്റ്റേറ്റാണത്. പ്യുവർ നോളജ്, വിശുദ്ധമായിട്ടുള്ള വിശുദ്ധ ജ്ഞാനാവസ്ഥ, ആ അനന്തമായിട്ടുള്ള അവസ്ഥയിൽ തിഷ്ഠതി. ആരാ അങ്ങനെ ചെയ്യുക? ബ്രഹ്മവിദ് വരിഷ്ഠ അല്ലേ, ബ്രഹ്മവിദ് വരഹ, ബ്രഹ്മവിദ് വരീയാൻ, വരിഷ്ഠ എന്നൊക്കെ ഇങ്ങനെ ലെവലുകളുണ്ട്, വ്യത്യസ്ത തലങ്ങളുണ്ട്. സത്യത്തിൽ ജ്ഞാനം ഒന്നേ ഉള്ളൂ കേട്ടോ, അവിടെ ഒരു തലമൊന്നുമില്ല, ഒരേ ഒരു തലമേ ഉള്ളൂ, ജ്ഞാനമാകുന്ന വിശുദ്ധ ജ്ഞാനം, അതൊന്നേ ഉള്ളൂ. പക്ഷേ ആരാണോ കൂടുതൽ എന്താ സമാധിയിൽ മുഴുകി, അല്ലെങ്കിൽ സമാധിയുടെ ആ ഒരു അവിടെ തലങ്ങളുണ്ട് അല്ലേ. ആദ്യം ഒരു തലം എന്ന് പറയുന്നത് ശുഭേച്ഛ, നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെ ഒരു തലമാണ്. മറ്റ് ആളുകളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ അതുപോലും വളരെ കുറച്ച് പേർക്കാണ് ഈ കാര്യത്തിലേക്ക് വേദാന്ത ശാസ്ത്രത്തിലൊരു താത്പര്യം വരിക എന്നുള്ളത് വളരെ വലുതാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം. എന്നിട്ടോ അത് തന്നെ ഒരു തലമാണ്, അതിനേക്കാളും കുറച്ചുകൂടി തലമാണ് നല്ലതുപോലെ മനസ്സിലാക്കുക. ഈ താതാത്മ്യം ഇല്ലാതായി സമാധിയിൽ വല്ലപ്പോഴുമൊക്കെ സമാധി അവസ്ഥയിൽ ഇരിക്കാൻ കഴിയുക, പിന്നെയോ സമാധിയിൽ നിന്ന് എഴുന്നേക്കാൻ കഴിയാതെ വരിക, ഇങ്ങനെയൊക്കെയുള്ള തലങ്ങളുണ്ട്. അവിടെ വ്യത്യാസം നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ വിദ്വത് വരിഷ്ഠ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അല്ലേ. തിഷ്ഠതി വിത്ത് വരിഷ്ഠ അറിഞ്ഞവരിൽ വളരെ ശ്രേഷ്ഠനായിട്ട്, ബ്രഹ്മവിത്ത് വരിഷ്ഠ, ബ്രഹ്മത്തെ അറിഞ്ഞവരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആൾ. നമ്മൾക്കും വേണേൽ ബ്രഹ്മവിത്ത് എന്നൊക്കെ പറയാം. ബ്രഹ്മം ഉണ്ടെന്നൊക്കെ അറിഞ്ഞു, അത് ഞാനാണെന്ന് എനിക്കറിയാം, അതാണ് എൻ്റെ സ്വരൂപം എന്ന് എനിക്കറിയാം. പക്ഷേ മഹാത്മാക്കളെ പോലെയാണോ? അവിടെ വരുമ്പോൾ ഒരു പ്രശ്നമാകും അല്ലേ. രമണ മഹർഷിയെ പോലെ അങ്ങനെ അങ്ങ് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ഗുരുദേവനെ പോലെ ഇല്ല, തപോവനസ്വാമികളെ പോലെ. അപ്പോൾ നോക്കൂ, വ്യത്യാസമില്ലേ. അപ്പോൾ ബ്രഹ്മജ്ഞാനം എന്നുള്ളത് ഒന്നാണ്, പക്ഷേ എങ്കിൽ ഈ അനുഭവത്തിൽ ആ ഒന്നിൻ്റെ അനുഭവവും ഒന്ന് തന്നെയാണ്. പക്ഷേ എങ്കിൽ ഒരാളെ ഈ വരഹ, വരീയാൻ, വരിഷ്ഠ എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു തലം, അനുഭവ തലം എന്നും പറഞ്ഞാൽ വാക്കുകൾക്ക് പരിമിതിയുണ്ട് എന്ന് തോന്നുന്നു അല്ലേ. എന്തായാലും കൂടുതൽ സമാധിയിൽ മുഴുകുന്ന സ്ഥിതിയെയാണ്, അവിടെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ബ്രഹ്മജ്ഞാനമൊക്കെ ഉണ്ട്, ആ തത്വമാണ് ഞാനെന്നുള്ള ആ ഒരു ഭാവമൊക്കെ നമ്മൾക്കുണ്ട്. എങ്കിലും ഈ ഒരവസ്ഥ അല്ലേ, ഇതാണ് ഒരു മഹാത്മാവിൻ്റെ അവസ്ഥ. അദ്ദേഹം ഈ ലോകത്തെ മുഴുവനും കത്തിച്ചിട്ട് അനന്തമായിട്ടിരിക്കുകയാണ്. ലോകം മുഴുവനും എവിടെ കത്തി? ആ ജ്ഞാനാഗ്നിയിൽ കത്തിച്ചാമ്പലായി കഴിഞ്ഞിരിക്കുന്നു. ഈ ലോകം എന്നുള്ളത് അല്ലേ, അനിത്യം, അസുഖം ലോകം, അങ്ങനെയുള്ള ഈ ലോകം, സംസാര ദുർഗന്ധം വമിക്കുന്ന ഈ ലോകത്തെ കത്തിച്ച് കളഞ്ഞിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണ്, അനന്ത അവസ്ഥയിൽ ഇരിക്കുകയാണ് വിത്ത് വരിഷ്ഠ, ബ്രഹ്മവിത്ത് വരിഷ്ഠനായിട്ടുള്ള ഒരാൾ. സമൂലമേതത് പരിദഹ്യ വന്നോ സദാത്മനി ബ്രഹ്മണി നിർവികൽപേ തതസ്വയം നിത്യവിശുദ്ധബോധാനന്ദാത്മനാതിഷ്ഠതി വിദ്വരിഷ്ഠഃ. പ്രാരബ്ധസൂത്രഗ്രഥിതം ശരീരം പ്രയാതു വാ തിഷ്ഠതു ഗോരിവസ്ത്രക് നതത് പുനഃ പശ്യതി തത്വവേത്താനന്ദാത്മനി ബ്രഹ്മണി ദീനവൃത്തിഃ. പ്രാരബ്ധസൂത്രഗ്രഥിതം ശരീരം
പ്രയാതു വാ തിഷ്ഠതു ഗൗരിവസ്ത്രക് നതത്പുനഃപശ്യതി തത്വവേതാനന്ദാത്മനി ബ്രഹ്മണി ലീനവൃത്തി. പ്രാരബ്ധ സൂത്രഗ്രഥിതം ശരീരം, ഇതം ശരീരം, ഈ ശരീരം ഇത് ഗ്രഥിതം, ഇത് തുന്നിയിരിക്കുകയാണ്. എന്ത് നൂലാലാണ് ഇത് തുന്നിയിരിക്കുന്നത് എന്നാണെങ്കിലോ പ്രാരബ്ധമാകുന്ന കർമ്മത്താൽ, പ്രാരബ്ധ സൂത്ര ഗ്രഥിതം ശരീരം, പ്രാരബ്ധമാകുന്ന കർമ്മം കൊണ്ടുണ്ടാക്കിയതാണ്, നൂലുകൊണ്ടുണ്ടാക്കിയതാണ് ഈ ശരീരം, നൂലുകൊണ്ട് തുന്നിച്ചേർത്തതാണ് ഈ ശരീരം, നൂലുകൊണ്ട് തയ്ച്ചതാണ് ഈ ശരീരം. പ്രാരബ്ധ സൂത്രഗ്രഥിതം ശരീരം. ഇത് കുറച്ച് നേരത്തേക്ക് മാത്രമാണ്. ഒരു വസ്ത്രം അല്ലേ, എത്ര കാലം ഉപയോഗിക്കാൻ പറ്റും? എന്നെപ്പോലുള്ള ലോകപിശുക്കികൾ വർഷങ്ങളോളം ഉപയോഗിക്കുമായിരിക്കാം. പക്ഷേ എങ്കിലും അത്യാവശ്യം ഇനി അങ്ങോട്ട് പറ്റില്ല എന്ന് കാണുമ്പോഴത് കളയണ്ടേ? ഇതിനെ അല്ലേ, പിന്നെ പുതിയത് കിട്ടുവാണ് എങ്കിൽ അങ്ങനെയൊക്കെയല്ലേ. പക്ഷേ ഈ ശരീരം ഇത് കുറച്ച് സമയത്തേക്ക് മാത്രം കിട്ടിയതാണ്. ഇതിനെ ഇങ്ങനെ തുന്നിച്ചേർത്ത് വീണ്ടും 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 കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്വാൻ എന്താ ചെയ്യുന്നത്? പ്രാരബ്ധസൂത്രഗ്രഥിതം ശരീരം പ്രയാതു വാ തിഷ്ഠതു ഗൗരിവസ്ത്രക്. ഈ പ്രാരബ്ധം കൊണ്ട് തുന്നിച്ചേർത്ത ഈ ശരീരം അവിടെ ഉണ്ടെങ്കിലും വേണ്ടില്ല, ഇല്ലെങ്കിലും വേണ്ടില്ല എന്നുള്ള അവസ്ഥയാണ് വിദ്വാൻ്റേത്. ഇപ്പോൾ പ്രാരബ്ധം ഉള്ള കാലം വരെ ജീവിച്ചിരിക്കും. ഒരു ദിവസം ഇപ്പോൾ കൂടുതൽ കിട്ടിയത് കൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ലേ, നമ്മളിപ്പോൾ വളരെയധികം രോഗശയ്യയിൽ ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകില്ല എന്ന് ഡോക്ടറും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും ആ ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ അതിന് വേറെ എന്തെങ്കിലും ചെയ്യണമെന്നോ അങ്ങനെയല്ല പറയുന്നത്. നമ്മളങ്ങനെ ആഗ്രഹിക്കുക. പിന്നെ നമ്മൾ ആഗ്രഹിക്കുക എന്താണ്? സാധാരണ ഉറ്റവർക്കും ഉടയവർക്കും ഒക്കെ ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുക എത്രയും പെട്ടെന്ന് അവർ ഈ ശരീരം ഉപേക്ഷിക്കട്ടെ എന്നല്ലേ. ഒരു ദിവസം പോലും കൂടുതൽ നിന്നതുകൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ, അല്ലെങ്കിൽ ആ കിടക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? അങ്ങനെയൊന്നും സാധിക്കില്ല അല്ലേ, ഒരു തരത്തിലുള്ള. പിന്നെ അപ്പോൾ അതുപോലെ പ്രാരബ്ധ കർമ്മം ഉള്ളതുവരെ അദ്ദേഹം ഒരു ദിവസം പോലും, ഇത് വിദ്വാൻ്റെ അവസ്ഥയാണ് കേട്ടോ, ഒരു ദിവസം പോലും കൂടുതൽ ഉണ്ടാകണമെന്നോ ഒന്നും ആഗ്രഹിക്കുക പോലും ഇല്ല. പ്രാരബ്ധം ഉള്ളിടത്തോളം കാലം വരെ മരണം വരുമ്പോഴും വരട്ടെ. എന്നിട്ടോ ഈ ശരീരത്തെ എങ്ങനെ അദ്ദേഹം കാണുന്നത്? ഗൗരിവസ്ത്രക്വത്, പശുവിൻ്റെ കഴുത്തിലിട്ട് മാല പോലെ. പശുവിന് നമ്മൾ മാലയൊക്കെ ഇട്ടിട്ട് ആരതി ഗോമാത എന്നൊക്കെ പറഞ്ഞിട്ട് പശു വല്ലതും അറിയുന്നുണ്ടോ? പശുവിന് നമ്മൾക്ക് ആ ഒരു ഭാവമൊക്കെ വരുമ്പോൾ നമ്മളുടെ നന്ദി ഒക്കെ നമ്മളുടെ മനസ്സ് വിശുദ്ധമാകുകയൊക്കെയാണ് അല്ലേ. ജീവജാലങ്ങളെ ആരാധിക്കുകയും അവരെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾക്കാണ് അതിന് ഗുണം കിട്ടുക. അല്ലാതെ പശുവിന് എന്തെങ്കിലും പുല്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാര്യമുള്ളൂ അല്ലേ. അപ്പോൾ അതുപോലെ ചിലപ്പോൾ പശുവിന് മാല വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ അകത്ത് അല്ലേ. ദുർവാസാവ് ഇന്ദ്രന് കൊടുത്തിട്ട് ആ മാല ആനയ്ക്ക് വെച്ച പോലെ, ആനയുടെ മസ്തകത്തിൽ വെച്ചപ്പോൾ ധാരാളം ഈച്ചകളും മറ്റുമൊക്കെ വന്ന് ആനയ്ക്ക് വളരെയധികം അസ്വസ്ഥമായി. അതുപോലെ പലപ്പോഴും ഈ പശുവിന് പലപ്പോഴും നമ്മൾ ഈ മൃഗങ്ങളെ വല്ലാതെ വളരെ ദുഃഖം കൊടുക്കുകയാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇല്ല, അതുപോലെ പല കാര്യങ്ങളൊക്കെ മാലയും വസ്ത്രവും ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ നായ്ക്കളെയൊക്കെ ആണെങ്കിലും അവർക്കതൊന്നും വളരെ ശീലമില്ല ഈ ഡ്രസ്സും ഒക്കെ ഇട്ടുകൊണ്ട്. പിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടാകുമായിരിക്കും കേട്ടോ, നമുക്കതിൻ്റെ പുറകിൽ ഉള്ള നമ്മളുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവർക്ക് ചെയ്യുന്നു, അവർക്കത് സന്തോഷമാണോ എന്ന് പോലും നമ്മൾക്കറിയില്ല. അതുപോലെ തന്നെ പശുവിന് ആ മാല വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അതുണ്ട് എങ്കിലോ ഇല്ല എങ്കിലോ ഒന്നും പശുവിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം വരുന്നില്ല. അതേപോലെ തന്നെയാണ് മഹാത്മാക്കൾക്ക് ഈ ശരീരം. അവിടെ പശുവിൻ്റെ കാര്യമല്ല കേട്ടോ ഇവിടെ ഇമ്പോർട്ടൻ്റ്. പശുവിന് മാല ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാൻ പാടില്ലാത്തതുപോലെയാണ് മഹാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരത്തെ ആരെങ്കിലും നിന്ദിച്ചാലോ അവർക്കിട്ട് കുഴപ്പമില്ല, ശരീരത്തെയോ അതല്ല എങ്കിൽ ഈ ഉപാധിയെ നിന്ദിച്ചാലോ കുഴപ്പമില്ല, വന്ദിച്ചാലും കുഴപ്പമില്ല. ആ ഒരവസ്ഥയാണ് മഹാത്മാവിന്. അദ്ദേഹത്തിൻ്റെ പിന്നെ ഏതാണ് അദ്ദേഹത്തിൻ്റെ സത്യമായിട്ടുള്ള അവസ്ഥ എന്നാണെങ്കിൽ ആനന്ദാത്മനി ബ്രഹ്മണി ലീനവൃത്തി, ബ്രഹ്മത്തിൽ ലീനമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് ഈ ശരീരത്തിൽ ഒരല്പം പോലും ഇരിക്കുന്നില്ല. അവിടെയാണ് വ്യത്യാസം. ഒന്നുകൂടി നമുക്ക് വായിക്കാം.
സമൂലമേതത് പരിദഹ്യവന്നൗ സദാത്മനി ബ്രഹ്മണി നിർവികൽപേ തതസ്വയം നിത്യവിശുദ്ധബോധാനന്ദാത്മനാ തിഷ്ഠതി വിദ്വരിഷ്ടഃ പ്രാരബ്ധസൂത്രഗ്രഥിതം ശരീരം പ്രയാതു വാ തിഷ്ഠതു ഗോരിവത്സക ന തത് പുനഃ പശ്യതി തത്വവേത്താനന്ദാത്മനി ബ്രഹ്മണി ലീനവൃത്തി. ഇനി അഖണ്ഡാനന്ദമാത്മാനം വിജ്ഞായ സ്വസ്വരൂപതഃ കിമിച്ഛൻ കസ്യ വാ ഹേതോഃ ദേഹം പുഷ്ണാതി തത്വവിത്. അഖണ്ഡാനന്ദമാത്മാനം വിജ്ഞായ സ്വസ്വരൂപതഃ കിമിച്ഛൻ കസ്യ വാ ഹേതോഃ ദേഹം പുഷ്ണാതി തത്വവിത്. അഖണ്ഡാനന്ദമാത്മാനം വിജ്ഞായ ജ്ഞാനം വിജ്ഞാനമായി ആകുമ്പോൾ, ജ്ഞാനം അഖണ്ഡമായിട്ടുള്ള അനന്തസ്വരൂപമായിട്ടുള്ള ആ തത്വത്തെ സാക്ഷാത്കരിച്ചിട്ട്, സാക്ഷാത്കരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനാണ് എന്നുള്ള ആ അനുഭവം ഉണ്ടായിട്ട്, അതെൻ്റെ സ്വരൂപമാണത് എന്ന് തികച്ചും മനസ്സിലാക്കിയിട്ട്, കിമിച്ഛൻ എന്താഗ്രഹത്തിനായിക്കൊണ്ടിട്ട് ആർക്കു വേണ്ടിയിട്ട് ഈ ശരീരത്തെ പിന്നെ പോഷിപ്പിക്കുന്നു? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ശരീരമാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ പോഷണ പാലന പ്രീണനങ്ങളിലൂടെ നിരന്തരം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുക. അതേസമയത്ത് സത്യത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്ന ഒരു മഹാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരം ശവമാണ്, ഛായയാണ്, ശവമാണ്, പശുവിന് മാല പോലെയാണ് എന്നൊക്കെ നമ്മൾ കണ്ടു പല ഉദാഹരണങ്ങളിലൂടെ. അങ്ങനെ അത്രയും മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ്, കിമിച്ഛൻ എന്തിനു വേണ്ടിയിട്ട്, ആർക്കു വേണ്ടിയിട്ട്? ഇപ്പോൾ ഞാൻ ഈ ശരീരമല്ല, ഞാൻ ശുദ്ധ ബ്രഹ്മമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒരാൾ ഇവിടെ എന്തിനായിക്കൊണ്ടിട്ട് ഇതിലെ ഓടുകയാണ്? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നെട്ടോട്ടം ഓടുകയാണ്, സംസാരത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ശരീരത്തെ പോഷിപ്പിക്കാൻ, ഈ ശരീര സംബന്ധി ആയിട്ടുള്ളതിനെ പോഷിപ്പിക്കാൻ, ഇതിൻ്റെ യോഗക്ഷേമം നിലനിർത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ യോഗക്ഷേമം ഭഗവാൻ വഹിക്കുമെന്ന്. അതിന് ഭക്തനാകണം കേട്ടോ, അതൊന്നും സാധിക്കില്ല, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ അങ്ങോട്ട് ചെയ്തേക്കാം എന്ന് കരുതി ഇങ്ങനെ നെട്ടോട്ടം ഓടുകയാണ്, ഒന്നിനും സമയമില്ല അല്ലേ? അതേസമയത്ത് മഹാത്മാവിൻ്റെ അവസ്ഥ അദ്ദേഹം കിമിച്ഛൻ കിമിച്ഛൻ കസ്യവാഹേതോഹോ എന്ത് കാര്യത്തിനായിക്കൊണ്ടിട്ടാണ് ഇതിലെയുമൊക്കെ. ഇത് ബൃഹദാരണ്യ ഉപനിഷത്തിലെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. ഈ ശ്ലോകത്തെ അധികരിച്ച് ഒരധ്യായം തന്നെ വിദ്യാരണ്യ സ്വാമികൾ പഞ്ചദശിയിൽ ഏതാണ്ട് 250-ലേറെ ശ്ലോകങ്ങളെ കൊണ്ടിട്ട് ഈ ശ്ലോകത്തെ മനസ്സിലാക്കി തരുന്നുണ്ട്. ആത്മാനം ചേത് വിജാനീയാത് അയമസ്തീതി പൂരുഷഃ കിമിച്ഛൻ കസ്യ കാമായ ശരീരമനുസഞ്ചരേത്. ആർക്ക് വേണ്ടിയിട്ടാണ്? അപ്പം നമ്മളുടെ ആനന്ദത്തിനായിട്ടാണ് നാം ഓരോരോ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. എൻ്റെ ആനന്ദത്തിന് വേണ്ടിയിട്ട് ഈ ശരീരത്തിന് അത് കൊടുക്കണം ഇത് കൊടുക്കണം എന്നൊക്കെ. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വരുന്നത്? അപൂർണമാണ്, ഞാൻ അപൂർണമാണ് എന്നുള്ള ആ ഒരു അവസ്ഥ. അതാണ്, ഞാൻ പൂർണ്ണനാണ് എന്നുള്ള ബോധത്തിൽ നിന്ന് ഒന്നും ആവശ്യമില്ല, ഞാൻ പൂർണ്ണ ബ്രഹ്മമാണ്, പൂർണ്ണസ്വരൂപമാണ് എന്നാണ് എൻ്റെ അനുഭവമെങ്കിൽ എനിക്ക് പിന്നെ ഒന്നിനു വേണ്ടിയും ഇവിടെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. പക്ഷേ ഇങ്ങനെയല്ല എൻ്റെ അനുഭവം. ഞാൻ അപൂർണനാണ്, പൂർണ്ണതയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പലതും അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഈ ശരീരത്തിന് നിരന്തരം പലതരത്തിലുള്ള ട്രബിൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്, തെറ്റായിട്ടുള്ള ഒരു ധാരണയിൽ നിന്ന്. ഇപ്പോൾ പൂർണ്ണബ്രഹ്മമായിട്ടുള്ള അവസ്ഥ, ജീവത്വമൊക്കെ നശിച്ചിരിക്കുന്ന ഒരവസ്ഥ, പൂർണ്ണ ആനന്ദം ഉള്ളപ്പോൾ ആരെങ്കിലും ഈ ക്ഷുദ്രമായിട്ടുള്ള ആനന്ദത്തെ ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും തേടി നടക്കുമോ? ആനന്ദം പൂർണ്ണമാണ്. അതുകൊണ്ടാണ് അല്ലേ ഒരു കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, തൃണവത്കരിക്കുന്നു യോഗി വൃന്ദം ക്ഷണനേര സുഖം നൽകും മൃഗജീവിതം. ആ യോഗികൾ അനുഭവിക്കുന്നത് പൂർണ്ണ ആനന്ദമാണ്. പൂർണ്ണ ആനന്ദമായിട്ടുള്ള ഒരവസ്ഥയിൽ, ആനന്ദത്തിൻ്റെ ഒരു പ്രതിഫലനം മാത്രമുള്ള ഈ ലോകസുഖങ്ങളുടെ പിന്നാലെ
അവർ പോകില്ല, നമ്മൾ പോകും. കാരണം എന്താ? നമ്മൾ അപൂർണമാണെന്നാണ് നമ്മളുടെ വെപ്പ്. എന്നിട്ട് പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം കിമിച്ചൻ കസ്യകാമായ ശരീരം അനുസഞ്ചരേത്, ഈ ശരീരത്തെ അതിലെയും ഇതിലെയും ഒക്കെ ഇട്ട് ഓടിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് അവർ ചോദിക്കുന്നത്. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട്? ഇത് താൻ പൂർണ്ണ ആനന്ദ സ്വരൂപമായിട്ട് ആ അനുഭവത്തിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാര്യമല്ല കേട്ടോ. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾക്ക് പ്രചോദകമാണ് അല്ലേ? ഈ തരത്തിലുള്ള ശ്ലോകങ്ങളൊക്കെ വായിക്കുകയും മനനം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഇതാണ് നേടേണ്ടത് ഈ മനുഷ്യജന്മം കൊണ്ട്. അല്ലാതെ ഈ തുച്ഛ വസ്തുക്കളുടെ പിന്നാലെ പായുകയല്ല എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. ഓക്കെ, നമ്മൾക്ക് ഇന്ന് എടുത്ത ശ്ലോകങ്ങൾ ഒന്നുകൂടി വായിച്ചിട്ട് നിർത്താം. വളരെ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ. സമൂലമേതത് പരിദഹ്യവന്നോ സദാത്മനി ബ്രഹ്മണി നിർവികൽപേ തതസ്വയം നിത്യവിശുദ്ധബോധാനന്ദാത്മനാതിഷ്ഠതി വിദ്വരിഷ്ടഃ പ്രാരബ്ധസൂത്രഗ്രഥിതം ശരീരം പ്രയാതു വാ തിഷ്ഠതു ഗോരിവസ്ത്രക് ന തത് പുനഃ പശ്യതി തത്വവേത്താനന്ദാത്മനി ബ്രഹ്മണി ലീനവൃത്തി അഖണ്ഡാനന്ദമാത്മാനം വിജ്ഞായ സ്വസ്വരൂപതഃ കിമിച്ഛൻ കസ്യ വാഹ്യേതോഃ ദേഹം പുഷ്ണാതി തത്വവിത്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.